മറ്റാരുണ്ട് LDF അല്ലാതെ? പേരാവൂരിൽ എന്ത് സംഭവിക്കും? പേരാവൂരിൽ തുടർച്ചയുണ്ടാകുമോ? അവിടെ സണ്ണി ജോസഫും KK ശൈലജയും തമ്മിൽ മത്സരം. ഗ്ലാമർ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. അതെ, ഗ്ലാമർ ഫൈറ്റ് നടക്കുന്ന, എന്നാൽ ടഫ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. അവിടെ NDAയുടെ പൈലി വാദിയാട്ടാണ് NDAയുടെ സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ ആര് വിജയിക്കും? സണ്ണി ജോസഫ്, KK ശൈലജ, പൈലി വാദിയാട്ട്. കഴിഞ്ഞ തവണ 3000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ചില്ലറ ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തു. പേരാവൂർ മണ്ഡലത്തിൽ ഗ്ലാമർ മണ്ഡലമാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ വേറെ സവിശേഷതയുണ്ട്. എന്താണെന്നറിയാവോ? സണ്ണി ജോസഫിന്റെ സഹോദരൻ BJP ചേർന്ന് BJPക്ക് വേണ്ടി അവിടെ ക്യാമ്പയിൻ നടത്താം. അത് മാത്രമല്ല, അവിടെ ആന്റി ഇൻകംബൻസി ഒരു MLA ഉണ്ടെങ്കിൽ അത് ബാധിക്കാം. അപ്പൊ ഇതുവരെ ആന്റി ഇൻകംബൻസി ഉണ്ടായേ ഇല്ല. പറയാൻ പറ്റൂലല്ലോ. അല്ല, തുടരും എന്ന് പറഞ്ഞിട്ട് കൂടുമ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടി കോട്ടകളിലൊക്കെ ഉണ്ടാകണമല്ലോ. അല്ലേ? പക്ഷെ ഒരു കാര്യം UDF മണ്ഡലമാണ്. 3000 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. ആർക്കാണ്? ഇതേ സണ്ണി ജോസഫിന് കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. ആ 3000 വോട്ടിന്റെ ലീഡ് ശൈലജയെ പോലെ അവിടെ ജനിച്ചു വളർന്ന ഒരാൾ. ഒരു മിനിറ്റ്, ശൈലജയ്ക്ക് അവിടെ ഒരു നെഗറ്റീവും ഇല്ല. എല്ലാം ഇത് സണ്ണി ജോസഫ് അങ്ങനെയല്ല. അവിടെ 2-3 ഘടകങ്ങളാണ്. K. സുധാകരന്റെ അനുയായികളുടെ തീരുമാനത്തെ കുറിച്ച് അവിടെ ബാധിക്കാനുണ്ട്. അവിടുത്തെ ഹിന്ദു വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം. അവിടെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും അവിടെ ആരാണ്? BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. കാരണം അവിടെ നമ്മൾ പറയുന്ന പോലെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകൾ തുല്യമായുള്ള സ്ഥലമാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് കോൺഗ്രസ് മണ്ഡലമായിട്ട് ക്രിസ്ത്യൻ കോൺഗ്രസ് മണ്ഡലമാണ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു മണ്ഡലമല്ല. അപ്പോൾ അവിടെ ശക്തമായ മത്സരം നടക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസം. കാരണം അവിടെ ഈ കോൺഗ്രസ് മണ്ഡലത്തിൽ ഒരാളെ ജയിച്ചിട്ടുള്ളൂ. അതാരാ? ശൈലജ ടീച്ചറാണ്. അവിടെ ജയിച്ചിട്ടുള്ള ആളാണ്. ശൈലജ ടീച്ചറെ ആ മണ്ഡലത്തിൽ ജയിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ശൈലജ ടീച്ചറിന്റെ ഒരു ഈ പറയുന്ന മന്ത്രി ഒന്നും ഇല്ലാത്ത കാലത്ത് അത് മാത്രമല്ല, ആ കാലത്ത് ഏറ്റവും ശൈലജ ടീച്ചർ MLA ആയിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നതും ആ മണ്ഡലത്തിലാണ്. ആ മനസ്സിലാക്കി അത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് കാണാത്ത ഒരു വലിയ പ്രശ്നമാണ് 3000 വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം. കഴിഞ്ഞ തവണ അവിടെ നിന്നത് ആരാണെന്ന് നോക്കണം, സക്കീർ ഹുസൈനാണ്. അവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. FCRA ഇത്തവണ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൂടുതൽ വോട്ട് കിട്ടും. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഇപ്പുറത്തെ ശൈലജ ടീച്ചറിന് അനുകൂലമായി ഉണ്ടാകുമോ എന്ന കാര്യം മലയോര കർഷകരുടെ പ്രശ്നം അവിടെ ആറളം ഫാം അടക്കമുള്ള മേഖലയാണ്. അതിനൊരു കാര്യം പറയാം. അവിടെ ആറളം നമ്മൾ പറയുന്നത് വലിയ കൊടുക്കുന്ന നാടാണ്. ശരി, എല്ലാ കറക്റ്റ് കാര്യമാണ്. പക്ഷേ ആറള ഫാം അവിടെ ഉണ്ടെങ്കിൽ കൂടെ, അവിടെ വന്യമൃഗശല്യം ഉണ്ടെങ്കിൽ കൂടെ വോട്ടിലേക്ക് എഫക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അല്ല, ഞാൻ പറയുന്നത് വോട്ടിലേക്ക്. കാരണം ആറള ഫാം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആദിവാസി മേഖലയുള്ള സ്ഥലത്താണ് ആന ചവിട്ടിക്കൊല്ലിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ആറള ഫാമുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ ഈ പറഞ്ഞത്ര വോട്ടില്ലാന്ന്. വോട്ടുള്ളതെന്ന് പറയാ പേരാവൂർ, ഇരിക്കൂർ, നമ്മൾ എപ്പോഴും പറയും മലയോര മേഖലയാണെന്ന്. അത് മലയോര മേഖലയാണ് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ അത് മലയോര മേഖലയാണെങ്കിൽ കൂടെ അതൊരു സമതല സ്വഭാവത്തിലുള്ള മണ്ഡലമാണ്. ഇരിട്ടി, പേരാവൂർ എല്ലാം വലിയ സിറ്റികളാണ്. അവിടെ വലിയ വികസനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു മലയോര മേഖല എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ സാധാരണ മലയോര മേഖല ക്രിസ്ത്യൻ വോട്ട് കൂടുതലുള്ള സ്ഥലമാണ്, അത് UDFന് അനുകൂല മണ്ഡലമാണ് എന്ന് പറയുന്ന ശൈലി ഉണ്ടല്ലോ. അങ്ങനെ ഒരു ശൈലി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ വലിയ സാധ്യതയുണ്ട്. മൈനോറിറ്റി വോട്ട് 3 പഞ്ചായത്തുകളിൽ ശക്തമാണ്. അതിപ്പോൾ പേരാവൂർ നോക്കിയാലുണ്ട്, കേളകം, അതുപോലെ തന്നെ കൊട്ടിയൂർ മേഖല, അതുപോലെ കണിച്ചാർ മേഖല, ആറളം, ഈ മേഖലകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. ഈ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തുള്ള മേഖല, ഈ പേരാവൂർ മുതൽ ഇപ്പോൾ ആൻഡോ സാർ പറഞ്ഞതുപോലെ പേരാവൂർ, ഇരിട്ടി മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു വോട്ടും വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ വോട്ട് മാത്രം മുഴുവൻ കിട്ടിയാൽ ജയിക്കും എന്നൊരു സാധ്യത ഇപ്പോൾ പേരാവൂരിലില്ല. മാത്രമല്ല KK ശൈലജ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ മണ്ഡലത്തിൽ ശക്തമായ മത്സരത്തിന് സാധ്യതയുണ്ട്. പ്രസിഡന്റായ സണ്ണി ജോസഫിന് ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്ക്, ഈ തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റ്
തോൽക്കുമെന്നുള്ള ഭീതിയാണ്. 3000 വോട്ടിന് ജയിക്കുന്ന മണ്ഡലത്തിൽ അങ്ങനെ കെ.കെ. അടിപൊളി ശൈലജ ചെയ്യാൻ സ്വന്തം പറ്റുമോ? നാട് അല്ല, കരുതി അവിടെ ഞാൻ- പ്രചാരണം അല്ല, നടത്തുമ്പോൾ safe കുഴപ്പമില്ല. മണ്ഡലത്തിലേ മത്സരിക്കൂ. കെ.കെ. ശൈലജ UDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ്. പിടിച്ചെടുത്ത മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ വലിയ ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ അതെങ്ങനെ സണ്ണി 3000 ജോസഫ് വോട്ടിന് ഉറപ്പുണ്ടാവുക? അതാണ്. സേഫ് മണ്ഡലത്തിൽ മാത്രം മത്സരിക്കുന്നവർ മഹാന്മാരാണെന്ന് പറയല്ലേ? അല്ല, അപ്പോൾ അത് ഈ എല്ലാ കാലത്തും പേരാവൂർ UDFന്റെ കോട്ടയാണെന്ന് പറയുമ്പോഴാണ് ഈ പറയുന്നത്. നിങ്ങൾ കെ.കെ. ശൈലജയെ പരീക്ഷണത്തിൽ അവിടേക്ക് വിട്ടിരിക്കുകയാണല്ലോ. നമുക്ക് പരീക്ഷണത്തിൽ നിന്നല്ല, നമുക്ക് നോക്കാം. അത് ഗംഭീരമായ നമുക്ക് വിജയസാധ്യത നമുക്ക് ട്രെൻഡ് നോക്കും. ആയിരിക്കാം, ഒരുപക്ഷെ ട്രെൻഡ് നോക്കാം. വിജയത്തെ അങ്ങനെ അനുകൂലമായിരിക്കാം. നോക്കാം. പക്ഷേ എഴുതി തള്ളരുത്. ട്രെൻഡ് നോക്കാം. ആൾക്കാർക്ക് പറയല്ലോ. ബലാബലമാണ് trend. എന്തായാലും ഈ ബലാബലത്തിൽ ഒരു സ്ത്രീ ഇരിക്കുന്ന കാണാൻ ഒരു സൗന്ദര്യമുണ്ട്. അതുണ്ട്. അത് ടീം അടിപൊളിയാണ്. അത് ഒപ്പത്തിനൊപ്പം എന്ന് പറയുമ്പോഴും പക്ഷേ ഞാൻ അതിൽ സണ്ണി ജോസഫിന് ഒരു എഡ്ജ് കൊടുക്കുകയാണ്. ഞാൻ 100% ടീച്ചർക്ക് എഡ്ജ് കൊടുക്കുകയാണ്. ശരി. കാരണം അത് മേഡത്തിന്റെ വോട്ട് പേരാവൂരായിരുന്നെങ്കിൽ ആർക്കോട്ടി അല്ല ആ മാതിരി അമ്മാതിരി ആ, അത് വല്ലാത്ത ട്രാപ്പാണ് കേട്ടോ. കൂടെ നിന്ന് പണിയരുത്. കൂടെ നിന്ന് പണിയരുത്. ടീം വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ വേണമെങ്കിൽ നമുക്ക് ഈ ഒപ്പത്തിന് ഒന്നും കൂടെ കുത്തത്തിരിപ്പ് കൊടുക്കാം കാണിക്കരുത്. ആ കേട്ടോ. ഒപ്പത്തിനൊപ്പം അത് കാണാൻ രസമുണ്ട്. ഒന്നുകൂടെ ആ ഒപ്പത്തിനൊപ്പം. അയ്യ, പക്ഷെ മറ്റേ രണ്ടുപേരും പോലെ മസിൽ പിടുത്തമില്ല കേട്ടോ. മറ്റേ രണ്ടുപേരും വലിയ വാശിയിലാണ് മത്സരിക്കുന്നത്. ഇവർ തിരിച്ചോണ്ടാ മത്സരിക്കുന്നത്. തിരിച്ചു